എല്ലാവർക്കും തെൽജോസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാം ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഇന്ന് എൻ്റേതായ രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ചിക്കൻ എടുത്തിട്ടില്ല, ഒരു ചിക്കൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഞാൻ അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണണേ. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്, ഒരു ചിക്കൻ്റെ പകുതി. ഇത് ഓൾറെഡി തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഇത് മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ഞാനിത് ചേർക്കുന്നത്. നമുക്ക് സ്പൂൺ വെച്ചാൽ അല്ല കൈ വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കുഴച്ച് വെക്കാം. ഇത് ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇത് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാം. ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു 20 ഉള്ളി എടുത്തേക്കുന്നത്, സബോളയെല്ലാം എടുത്തേക്കുന്നത്, പിന്നെ കുറച്ച് ഇഞ്ചി, 3-4 വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഈ ഇലയാണ് എടുത്തേക്കുന്നത്. ഈ ഇല എല്ലാവർക്കും അറിയാമല്ലോ, മല്ലിയിലയാണ്. പിന്നെ വലിയ മുളകാന്ന് വിചാരിക്കേണ്ട, അതിന് എരിവില്ലാത്ത മുളകാട്ടോ ഇത്. എരിവുള്ളതും എരിവില്ലാത്തതും ഇവിടെ കിട്ടും. ഇതെല്ലാം ഒരു മിക്സിയിൽ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചായിട്ടേക്കുന്നത്. പിന്നെ ഇതിന് ഒരു തക്കാളി വേണം. ഇത് വലിയ തക്കാളി ആയതുകൊണ്ട് ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. അത് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് അത് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതാണ് സാധനം. ഇതേപോലെ ഇരിക്കും, കണ്ടോ? ഇങ്ങനെ മതിയാവും, നമ്മൾ അരച്ചെടുത്താൽ മതിയാവും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കറിക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് നമുക്ക് ബാക്കി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഡയറക്റ്റ് പൊടി അതിലോട്ട് ഇടുന്നില്ല. ഇതിന് പിന്നെ പ്രത്യേകിച്ചായിട്ട് നമ്മൾ സബോളയൊന്നും ചേർക്കുന്നില്ല, ഉള്ളിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് പൊടിയാണ് ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത്. അതൊരു പ്ലേറ്റിലോട്ട് എടുത്തേക്കുന്നത്. ഞാൻ 2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുത്തേക്കുന്നത്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയായിട്ടോ എടുത്തേക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ഞാൻ ചൂടായ എണ്ണയിലോട്ട് ചേർക്കുവാണ്. ഞാൻ തീ ആണെങ്കിൽ ചെറുതായിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. അതൊന്ന് ഇതിൽ മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൂടി ചേർത്ത് അതൊന്ന് കഴുകി ഞാൻ ആ വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചെറുതീയിൽ ഒന്ന് അതിൻ്റെ പച്ചമണം, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ, ഒക്കെ അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കണം. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത ശേഷം നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ അരപ്പുമായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ആവശ്യത്തിന് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് ചേർക്കേണ്ടത്. പച്ചവെള്ളമല്ല കേട്ടോ ചേർക്കുന്നത്, തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കണം. നമുക്ക് ഗ്രേവി എന്തോരം വേണോ അതിനനുസരിച്ചാണ് വെള്ളം ചേർക്കേണ്ടത്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടി ചേർത്തേക്കണം. ഇനി ഇതിന് ആവശ്യമുള്ള ബാക്കി മസാലപ്പൊടിയും ഇച്ചിരി എരിവിനുള്ള കുരുമുളകും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എരിവ് കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കനിനും ആവശ്യത്തിന് വെള്ളം ഇറങ്ങുമല്ലോ, അതും കൂടെ ഉണ്ടാവും. അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 20-25 മിനിറ്റ് അത്രയും മതിയാവും. ഇത് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഈ കുറച്ച് മല്ലിയിലയിട്ട് ഞാനൊന്ന് ഇറക്കുവാണ് കറി. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അല്ല നമ്മുടെ ചോറിനും നല്ലതാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. ഗ്രേവി വേണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർക്കാം. എനിക്കിത്രയും മതിയാവും. സ്വാദിഷ്ടമായ കറി എല്ലാവരും വെച്ച് നോക്കി ഒരഭിപ്രായം പറയണേ.